ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് മുഹറം 10 ആയതുകൊണ്ട് കുറച്ച് മധുരം ഉണ്ടാക്കിയിരുന്നു. നമ്മൾ ഉണ്ടാക്കിയത് പിടിക്കറിയാട്ടോ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ് ചെയ്യാണ്ടിരിക്കണമെങ്കിൽ ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ടെന്ന് കണ്ടേക്കണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. നമുക്ക് ആദ്യം തന്നെ 100 ഗ്രാം പരിപ്പ് പുതിർത്തി വെക്കാം. ഞാൻ ഇതിൽ 200 ഗ്രാം പരിപ്പ് ഇട്ട് കേട്ടോ. അപ്പം എനിക്ക് വേറൊരു ആവശ്യത്തിനും കൂടിയിട്ട് ഇതിൽ പുതിർത്തിക്കുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ 100 ഗ്രാം ഇട്ടാൽ മതി. അപ്പോൾ നമുക്കിതൊരു 2 മണിക്കൂർ മാറ്റി വെച്ചിട്ടൊന്ന് പുതിരാൻ വേണ്ടിയിട്ട് വെക്കാം. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമുക്ക് വേറൊരു പാത്രത്തിൽ നമുക്ക് പിടി ഉരുട്ടണമല്ലോ. അതിന് വേണ്ടിയിട്ട് കുറച്ച് ആമീസ് പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് കുറച്ച് വെള്ളത്തിൽ നമുക്ക് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് അറിയാലോ, അരിപ്പത്തിൻ്റെ എല്ലാം പാകത്തിൽ തന്നെ. പിന്നെ ഒരു ആവിച്ചമ്പ് എടുത്തിട്ട് അതിലത്ത് കുറച്ച് വാൻ്റെ എല്ലാം ഒന്ന് സെറ്റാക്കി വെച്ചിട്ട് കയ്യിൽ കുറച്ച് നെയ്യൊന്ന് പുരട്ടിയിട്ട് ഒരു ഉരുള അരിയും കൂടി എടുത്തിട്ട് നമുക്കിത് കുഞ്ഞിങ്ങനെ ആയിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുക്കണം. ഇതുപോലെ കുഞ്ഞ് പീസ് എടുത്തിട്ട് നല്ലോണം ഇതുപോലെ കൈ കൊണ്ട് വിരലുകൊണ്ടാക്കിയിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുക്കണം. ഈ ഒരു സൈസിലാട്ടോ വേണ്ടിയത്. ഈ സൈസിൽ നമ്മൾ മൊത്തമായിട്ട് ആക്കിയെടുക്കണം. നമ്മൾ ഇത് ആക്കിൽ കുറച്ച് നിസ്സാര പണിയൊന്നുമല്ല. ഞാൻ ഇതൊരു 1.5 മണിക്കൂർ എടുത്തിട്ട് ഉരുട്ടിയെടുത്തത്. അപ്പോൾ ഇതുപോലെ എല്ലാം നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഉരുട്ടി എടുക്കട്ടോ. അപ്പോൾ വോയിസ് കേൾക്കുമ്പോൾ ചെറുതായിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ എന്തെല്ലോ സൗണ്ട് കേൾക്കുന്നില്ലേ, അത് ബാക്കിൽ നിന്ന് നല്ല മഴയാട്ടോ. വോയിസ് കൊടുക്കുന്ന ടൈമിൽ അതാട്ടോ ഈ സൗണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ക്ഷമിച്ചേക്കണേ. ഇതുപോലെ എല്ലാം കുഞ്ഞിങ്ങനെ ആയിട്ട് ഉരുട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് നമുക്ക് നല്ലോണം മൂടി വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് വരെ നല്ലോണം ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊന്ന് വേവിപ്പിച്ചെടുക്കണം. അപ്പോഴേക്ക് നമ്മൾ പരിപ്പ് നല്ലോണം പുതിർന്ന് വന്നു കേട്ടോ. അപ്പോൾ ഞാൻ നല്ലോണം ഒന്ന് കഴുകി വെച്ചിട്ട് അതൊരു പകുതിയോളം എടുത്തിട്ട് കുക്കറിലിട്ടിട്ട് ഞാൻ നല്ലോണം ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിപ്പിച്ചെടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ല, വേറെ പകുതി ഞാൻ വേറൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് പുതിർത്തി വെച്ചതാണ്. അപ്പോൾ അത് ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. ഇതിൽ ഞാൻ ഒരു 100 ഗ്രാമേ എടുത്തുള്ളൂ. അങ്ങനെ ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് 2 ബിസിൽ വേവിപ്പിച്ചെടുക്കുന്നുണ്ട്. 2 കൂടരുത് കേട്ടോ. അതേപോലെ തന്നെ 2 ബിസിൽ ഇട്ടിട്ട് നമ്മൾ ഇങ്ങനെ ബിസിൽ തീരുന്നവരെ നമ്മൾ കാത്തിക്കൊന്നും വേണ്ട. വേഗം വിസിൽ ഒഴിവാക്കിയിട്ട് നമുക്ക് വേഗം അരിപ്പയിലിട്ടിട്ട് മാറ്റിയെടുക്കണം. ഇതേപോലെ 2 വിസിലെടുത്തിട്ട് ഞാൻ വേഗം വിസിലൊക്കെ കളഞ്ഞിട്ട് വേഗം അരിപ്പയിലേക്ക് ഇടുന്നുണ്ട്. അല്ലെങ്കിൽ വേവ് കൂടി പോകുമല്ലോ. അതുകൊണ്ട് പരിപ്പിനെ ആ അരിപ്പയിലിട്ടിട്ട് നല്ലോണം വെള്ളം ഊറ്റാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ അതൊരു ഭാഗത്താക്കിയിട്ട് വെച്ചിട്ട് നമുക്ക് അടുത്ത പണി തുടങ്ങാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനൊരു ഗ്ലാസ്സിൽ കയമരി ഇത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ ഗ്ലാസ് കയമരി കേട്ടോ വേണ്ടുള്ളൂ. ഓവർ ആകുമ്പോൾ നമുക്ക് നല്ല കട്ടി കൂടും. ഇത് നമുക്ക് അരിച്ചെടുക്കേണ്ടതാണ്. അങ്ങനെ ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നല്ലപോലെ പേസ്റ്റ് പരുവത്തിൽ ഇതേപോലെ ഒന്ന് അടിച്ചെടുക്കണം. എന്നിട്ട് അത് നമുക്ക് അവിടെ മാറ്റി വെക്കാം. പിന്നെ ഞാൻ ഒരു വലിയൊരു തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കുറച്ച് ചെറിയ തേങ്ങ എടുക്കുന്നതെങ്കിൽ 2 എടുക്കണം കേട്ടോ. വലുതായതുകൊണ്ട് 1 മതി. പിന്നെ നമുക്ക് അത് നല്ലോണം ഒന്ന് ചിരണ്ടി എടുക്കാം. നമുക്ക് ആ തേങ്ങ ഫുള്ളായിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആദ്യം നമുക്ക് 2-ാം പാലും 1-ാം പാലും ആയിട്ട് എടുത്ത് വെക്കാനുണ്ട്, മാറ്റി വെക്കണം. അപ്പോൾ ആദ്യം 1-ാം പാൽ എടുക്കേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നല്ലോണം ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അത് അടിച്ചെടുത്ത് വന്നിട്ട് നമുക്കൊരു അരിപ്പയിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് അരിച്ചെടുക്കണം കേട്ടോ. നമ്മൾ 1-ാം പാൽ നല്ലോണം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നല്ല കട്ടിയുള്ള പാലാട്ടോ. ഫസ്റ്റ് പാലായതുകൊണ്ട് അത് നമുക്ക് നല്ലോണം മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് 2-ാം പാൽ എടുക്കാൻ വേണ്ടിയിട്ട് അരിപ്പയിലുള്ള ഇതെല്ലാം ഉണ്ടാവുമല്ലോ, അത് മിക്സിയിൽ തന്നെ ഇട്ടിട്ട് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്നും കൂടി ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. അത് അടിച്ച് വന്നിട്ടുണ്ട്. അതും അതേപോലെ തന്നെ അരിപ്പയിൽ വേറൊരു പാത്രത്തിലിട്ടിട്ട് അതുപോലെ അരിച്ചെടുക്കണം കേട്ടോ. അങ്ങനെ അത് അരിച്ചെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ അത് 2-ാം പാൽ നമുക്ക് കുറച്ച് നല്ല വെള്ളം പോലെ ആക്കിയിട്ടെടുക്കണമല്ലോ. അപ്പോൾ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് പിന്നെ ഒന്ന് അടിച്ചെടുക്കണം. എന്നിട്ട് അത് പിന്നെ അരിപ്പയിലിട്ടിട്ട് നല്ലോണം ഒന്ന് അരിച്ചെടുക്കണം കേട്ടോ. അതേ പാത്രത്തിൽ തന്നെ, വേറെ പാത്രത്തിലൊന്നും മാറ്റേണ്ട ആവശ്യമില്ല. അത് നല്ലോണം ഇതാക്കിയിട്ട് വെള്ളം എടുത്തിട്ട് പിന്നെ നമ്മൾ 1-ാം പാൽ 2-ാം പാൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 1-ാം പാൽ ആദ്യം മാറ്റി വെക്കാം. 1-ാം പാൽ നമുക്ക് ലാസ്റ്റ് ആവശ്യമുള്ളൂ. അപ്പോൾ 1-ാം പാൽ മാറ്റി വെച്ചിട്ട് അത് അവിടെ വെച്ച് പിന്നെ നമ്മൾ പിടി ഉണ്ടല്ലോ, അത് നല്ലോണം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് നല്ലോണം തണിയാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. നമുക്ക് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം കുറച്ച് വലുപ്പമുള്ളൊരു പാത്രം എടുത്തിട്ട് അതിനകത്ത് നമ്മൾ 2-ാം പാലും അതേപോലെ തന്നെ കായമ്പ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ അടിച്ച് വെച്ചിക്കല്ല, അതും കൂടി ഒഴിച്ച് വെക്കാം.
ഞാനൊരു 3/4 ഗ്ലാസ് ആട്ടോ ഒഴിക്കുന്നുള്ളൂ. എന്താണെന്ന് വെച്ചാൽ കയമ്പ എത്രത്തോളം നമുക്ക് നല്ലോണം കുറുക്കി എടുക്കണ്ടില്ല. അപ്പോൾ കുറുകുമ്പോൾ നമുക്ക് കുറച്ച് നേരം വെക്കുമ്പോൾ നല്ല പുഡിങ് പോലെ നല്ല കട്ടിയായിപ്പം കയമ്പ കൂടിയാൽ. അപ്പോൾ അരി നമ്മൾക്ക് അത്ര വലിയ ഇങ്ങനെ കയമ്പ ഇടേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടി ഇട്ടിട്ട് പിന്നെ കുറച്ച് ഉപ്പിടണം. നമുക്ക് പഞ്ചസാര ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ കൈവെക്കാണ്ട് നല്ലോണം ഇളക്കണം കേട്ടോ. കൈവെക്കുകയും ചെയ്യരുത്. എന്ന് വെച്ചാൽ അരി എന്ത് താലിങ്ങനെ കട്ട പിടിച്ചു പോലും ചെയ്യും, അതുപോലെ തന്നെ അടി പിടിക്കുകയും ചെയ്യുമല്ലോ. അപ്പോൾ നമ്മൾ കൈ വെക്കാണ്ട് നല്ലോണം ഒന്ന് ഇളക്കി എടുക്കണം. ഒരു 5-10 മിനിറ്റ് കൈവെക്കാണ്ട് ഇളക്കുമ്പോൾ തന്നെ നല്ലോണം ഇങ്ങനെ കുറുകി വരുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റും. നല്ലോണം കട്ടിങ്ങനെ വന്നുകൊണ്ട് നിൽക്കുന്നുണ്ടാവും. അപ്പം നമുക്ക് കുറച്ചൊരു ഏലക്കായ ഇടണം കേട്ടോ. ഒരു 4-5 ഏലക്കായ ഇട്ടിട്ട് കുറച്ച് ഇങ്ങനെ കൈവെക്കാണ്ട് ഇളക്കിക്കൊണ്ട് നിൽക്കണം. ഇപ്പം നമുക്ക് നോക്ക് ഇത് ഏകദേശം ഇങ്ങനെ കട്ടി ആയിക്കൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ അത്യാവശ്യം കട്ടിയായപ്പോൾ ഞാൻ 1-ാം പാലുണ്ടല്ലോ, നമ്മൾ നല്ല കട്ടിയായിട്ട് എടുത്ത് വെച്ച പാല്, അത് ഇതിനകത്തേക്ക് ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് ഒരു 5 മിനിറ്റും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് മധുരം പോരാന്നുണ്ടെങ്കിൽ മധുരം ഒന്ന് ഇട്ട് കൊടുക്കണേ. നമ്മളെ കറി അത്യാവശ്യം നല്ല കട്ടി വന്നിട്ടുണ്ട്. അത് നോക്ക് നല്ല കട്ടിയില്ലേ. അപ്പോൾ നമ്മൾ പിടി ഉരുട്ടിയതും ഇണത്തിട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ പരിപ്പുണ്ടല്ലോ അതും ഇണത്തിട്ട് കൊടുക്കുക. നമുക്ക് അതും കൂടി ഇട്ടിട്ട് ഒരു മിനിറ്റ് 1-2 മിനിറ്റും കൂടി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ടൊരു മൂടി വെക്കാം. നമ്മൾ എന്തായിട്ടും ചൂടോടൊന്നും കഴിക്കൂലല്ലോ. ഒരു 5-10 മിനിറ്റെങ്കിലും എന്തായിട്ടും റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുമല്ലോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞിട്ട് എടുക്കുമ്പോൾ നമ്മളെ കറി സെറ്റ് ആയിക്കണ്ട കേട്ടോ. അടിപൊളി കറിയാണ്. ഇത് എന്തായിട്ടും മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്തോക്കണം. എല്ലാവർക്കും നല്ലോണം ഇഷ്ടപ്പെടും. നിങ്ങളുടെ നാട്ടിൽ ഈ പിടിക്കറിക്ക് എന്നാ പറയാമെന്നൊന്ന് കമൻറ്റ് ചെയ്യണം. അതേപോലെ തന്നെ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്ന് ഒന്ന് കമൻറ്റ് ചെയ്തേക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയല്ലേ. ഇനി നല്ല നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.